നവകേരള സദസ്സിൽ വെച്ച് തന്നെ 2 മന്ത്രിമാർ, GR അനിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി, അതുപോലെ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി, ഇവർ രണ്ടും സർക്കാരിനോട് തുറന്നു പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. GR അനിൽ പറഞ്ഞു 1525 കോടിയുടെ കടമാണ് സപ്ലൈകോയ്ക്കുള്ളത്. സപ്ലൈകോയുടെ പ്രവർത്തനം നിശ്ചലമാകുന്ന അവസ്ഥയാണ് വരുന്നത്. ഇനി വരുന്ന ക്രിസ്മസ് അതുപോലെയുള്ള കാലഘട്ടങ്ങളിലൊന്നും സപ്ലൈകോയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. സപ്ലൈകോ ആവശ്യപ്പെട്ടാൽ, അതായത് ടെൻഡർ വിളിച്ചാൽ അത് എടുക്കാൻ പോലും കോൺട്രാക്ടേഴ്സ് മുന്നോട്ട് വരുന്നില്ല. കാരണം കോൺട്രാക്ടേഴ്സിന് കൊടുക്കേണ്ട പണമാണ് ഈ മുൻ കാണിച്ച 1525 കോടിയോളം പണം. അതുപോലെ മറ്റു ബാധ്യതകളും സപ്ലൈകോയ്ക്കുണ്ട്. അപ്പൊ സപ്ലൈകോ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട കുറഞ്ഞ പക്ഷം 1524 കോടിയെങ്കിലും ഉടനടി അനുവദിക്കണമെന്നാണ് ശ്രീ GR അനിൽ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി, അതായത് വളരെ മാസങ്ങളായി നാം കേൾക്കുന്ന ഒരു പല്ലവിയുണ്ട്, ഉച്ചക്കഞ്ഞി കൊടുക്കാനായിട്ട് നിവർത്തിയില്ല. അതായത് വളരെ കാര്യക്ഷമമായി നടത്തിയിരുന്ന ഉച്ചക്കഞ്ഞി പ്രോഗ്രാമാണ്. ആ ഉച്ചക്കഞ്ഞി പ്രോഗ്രാമിന് വേണ്ടി തന്നെ നമുക്കറിയാം, അയ്യോ ഇവിടെ അതിദരിദ്രർ ഇല്ല എന്നൊക്കെ പിന്നെ പുരപ്പുറത്ത് കയറി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആദിവാസി മേഖലകളിലും അങ്ങനെ മറ്റു ദളിതരുടെ ഇടയിലും ഒക്കെ ധാരാളം അതിദരിദ്രരുണ്ട്. അതിന്റെ ഉദാഹരണമാണല്ലോ ഒരു പിടി കഞ്ഞി കുടിക്കാൻ വേണ്ടി ഒരു പിടി അരി മോഷ്ടിച്ചതിന്റെ പേരിൽ പാലക്കാട് മധു എന്ന ആ ആദിവാസി യുവാവിനെ കയ്യേറ്റം ചെയ്ത് കൊന്ന ദുരവസ്ഥ നാം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അറിഞ്ഞും അറിയാതെയും അതുപോലെ മരണപ്പെടുന്ന, പട്ടിണി കൊണ്ട് ദുഃഖം അനുഭവിച്ച് മരണപ്പെടുന്ന എത്രയെത്ര ആദിവാസികളും ദളിതരും ഈ കേരളത്തിലുണ്ട്. ഈവൻ ഈ ആദിവാസികളുടെയും ദളിതരുടെയും കൂട്ടത്തിലുള്ളവരല്ലാതെ തന്നെ എത്രയോ പേർ അറിയപ്പെടാതെ ഈ പറയപ്പെട്ടതുപോലെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്നു. അതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഉച്ചകഞ്ഞി കൊടുക്കാൻ, ഇവിടെ വളരെ നന്നായി നടത്തിയിരുന്ന ഉച്ചകഞ്ഞി പ്രോഗ്രാമാണ്. ആ ഉച്ചകഞ്ഞി പ്രോഗ്രാം നടത്താനായിട്ട് ഹെഡ് മാസ്റ്റർമാർ അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകരോ അവരുടെ സ്വന്തം ചുമലിൽ നിന്നോ പണമെടുത്ത് ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം തരം താണു പോയിരുന്നു. അത്ര കടുത്ത പ്രതിസന്ധി. ആ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി, ഉച്ചക്കഞ്ഞി എന്ന് പറയുന്നത് ഓർമ്മിക്കുക, ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊടുക്കേണ്ട ശിശു പരിപാലനമുണ്ട്. അത് പോകട്ടെ, പിന്നെ പ്രസവിച്ചു കഴിഞ്ഞ കുട്ടിക്ക് ICDS, അതായത് ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലും മറ്റു സ്കൂളിലേക്ക് വരുമ്പോൾ അംഗനവാടികളിലും എല്ലാം വെച്ച് അവർക്ക് പോഷകസമൃദ്ധമായ ആഹാരം കൊടുത്താണ് കുട്ടികളെ വളർത്തേണ്ടത്. അങ്ങനെയുള്ളതിൻ്റെ ആരംഭമാണ് ഈ ഉച്ചക്കഞ്ഞി പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ ഉച്ചക്കഞ്ഞി പ്രോഗ്രാമിന് പോലും നിവൃത്തിയില്ലാതെ ടീച്ചേഴ്സ് പിരിവെടുത്തും സ്വന്തം കടമെടുത്തും ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് കടമെടുത്തും ഒക്കെ നടത്തി അവസാനം പ്രൊമോഷന് വേണ്ട, അതായത് പ്രധാനാധ്യാപകനോ അധ്യാപികയായി കഴിഞ്ഞാൽ ഈ ക്ലിഷ്ടഭാരം ചുമലിലേന്തണം എന്നതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വരാൻ പോലും ഇഷ്ടമില്ലാതെ അധ്യാപകർ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പോകുന്ന ഒരു ദുരവസ്ഥ കേരളത്തിലല്ലാതെ സംസ്ഥാനത്തും കണ്ടിട്ടുണ്ടാകില്ല. അപ്പൊ കൊച്ചു കുട്ടികളോട് പോലും കരുണ കാണിക്കാൻ കഴിയാത്ത, അവരുടെ വയറിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അത്ര വലിയ ദുരവസ്ഥയിലേക്കാണ് സംസ്ഥാനം മാറിയത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണ് ശിവൻകുട്ടി സാധാരണ കടുത്ത പ്രകൃതക്കാരനാണ്. എന്നിട്ട് പോലും അദ്ദേഹം പറയേണ്ടി വന്നു, ഉച്ചക്കഞ്ഞി കൊടുക്കാനുള്ള പ്രോഗ്രാമിന് പണം തന്നില്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥ, എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തിച്ചേർന്നത് എന്ന് നാം ഒന്ന് ആലോചിക്കണം. എന്നിട്ട് വേണം ധനപ്രതിസന്ധിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാൻ. അതായത് കേരളീയം ഒരാഴ്ച മുഴുവനും ഓർമ്മിക്കുക, കേരളീയം നവകേരള സദസ്സ്, ഇതിന് രണ്ടിനും ബജറ്റിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ബജറ്റിൽ അതിനുവേണ്ടി ഒരു പണവും വക കൊള്ളിച്ചിട്ടില്ല. അപ്പൊ ബജറ്റിൽ പറയാത്ത കാര്യങ്ങൾ ഇവരെന്തുകൊണ്ടാണ് ബജറ്റ് എന്താണെന്ന് മനസ്സിലാക്കാത്തത്? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 112 അനുച്ഛേദ പ്രകാരം ഒരു ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഗവൺമെന്റിന് അവകാശമുണ്ടാകുന്നത് എപ്പോഴാണ്? എമർജൻസി, അതായത് പ്രളയം പോലെ, വലിയ വരൾച്ച പോലെ,
മഹാവ്യാധി പോലെയുള്ള സംഘർഷാവസ്ഥകൾ ഉണ്ടായാൽ മാത്രമേ ബജറ്റിൽ നിന്ന് വേറിട്ട് പണം കണ്ടെത്താനും ചെലവഴിക്കാനും ഒരു ഗവൺമെന്റിന് അവകാശമുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ബജറ്റിൽ ഒരക്ഷരം ഉരിയാടാതിരുന്ന കേരളീയം, നവകേരള സദസ്സ് എന്നീ മാമാങ്കങ്ങളുമായിട്ട് ഗവൺമെന്റ് മുൻപോട്ട് വരുന്നത്. അതിന്റെ പ്രതികരണം എന്താണ്? കേരളീയത്തില് എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം കേരളീയത്തിൽ എത്രമാത്രം പണം, അതായത് സെക്രട്ടേറിയറ്റ് അടച്ചിട്ടിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. കേരളീയത്തിന് വേണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു ഗവൺമെന്റിനെ മുൻപോട്ട് കൊണ്ടുപോകേണ്ട പിന്നെ എന്താ പറയുക, IAS ഓഫീസേഴ്സ് തൊട്ട് ഏറ്റവും താഴെയുള്ളവർ വരെയുള്ള സമസ്ത ജനങ്ങളും. അങ്ങനെ കേരളീയം സംസ്ഥാനത്തെ ഭരണം അതായത് ഇടിച്ചു നിർത്തി, ഭരണം ഇല്ലാതെയായ ഒരാഴ്ച എന്ന് പറയാൻ പറ്റില്ല, ഒരാഴ്ചയാണ് കേരളീയം നടന്നതെങ്കിൽ അതിനു മുൻപ് പല ആഴ്ചകളിൽ പല മാസങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടാണ് സ്പോൺസർഷിപ്പും മറ്റതുപോലുള്ള പരിപാടികളും കേരളീയത്തിന് വേണ്ടി നടപ്പാക്കിയത്. അപ്പൊ അങ്ങനെ കേരളീയം ഭരണമില്ലാത്ത ഒരു കാലഘട്ടത്തെ കൊണ്ടുവന്നു. ഇനി അത് കഴിഞ്ഞോ? കേരളീയം 7-ാം തീയതി നവംബർ 7-ന് കഴിഞ്ഞെങ്കിൽ നവംബർ 7 കഴിഞ്ഞപ്പോഴേക്കും ഇതാ തുടങ്ങുന്നു. പിന്നെ അധികം താമസിയാതെ തന്നെ തുടങ്ങുന്നു നവകേരള സദസ്സ്. നവകേരള സദസ്സിന് വേണ്ടിയിട്ട് ആദ്യം അടച്ചിട്ടത് സെക്രട്ടേറിയറ്റ് ആണെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? നവകേരള സദസ്സിന് വേണ്ടി, അതിനുള്ള പടയോട്ടത്തിന് വേണ്ടി ഇവിടെയുള്ള മുഴുവൻ 940 അതിലധികമോ ഉള്ള പഞ്ചായത്തുകൾ, അതിന് മുകളിലേക്കുള്ള മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഈ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് സംസ്ഥാനത്തിന് അവകാശമുള്ളതുപോലെ, അധികാരങ്ങൾ ഉള്ളതുപോലെ, കേന്ദ്രത്തിന് അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളതുപോലെ അവകാശങ്ങളും അധികാരങ്ങളുമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഈ പറയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അവയുടെ സ്വയംഭരണത്തിൽ കൈകടത്തി ഞാൻ വിളിക്കുന്ന വഴിക്ക് എനിക്ക് മുൻപിൽ ഹാജരാകണം, ഓഡിയൻസിനെ ഒരുക്കണം, പണം കൊടുക്കണം എന്നിങ്ങനെയുള്ള നിഷ്കർഷകളോടുകൂടി മുൻപോട്ട് വന്നതും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട വലിയ മഹാപരാധമാണ്. അതായത് സ്വന്തം കഴിവെന്ത്, സ്വന്തം എന്താ പറയുക അവകാശങ്ങൾ എന്ത് എന്നറിയാത്ത ഒരു പറ്റം സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ടവര് ആണ് ഇളിഭ്യരായി ലജ്ജ കൊണ്ട് തല കുനിക്കേണ്ടത് ഇത്തരം സാഹചര്യത്തില്. പ്രിയ സുഹൃത്തുക്കളെ, ഈ സാഹചര്യത്തിലാണ് നാം കാണേണ്ടത് നവകേരള സദസ്സും കേരളീയവുമാണ് കേരളത്തെ ഇന്നത്തെ ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്. ആ ധനപ്രതിസന്ധിയിൽ നിന്ന് കയറാൻ നിവൃത്തിയില്ലാതെ ഭരണം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ കോളേജുകളിൽ പോലും ശസ്ത്രക്രിയ ഉപകരണങ്ങളോ മരുന്നോ ഇല്ല. വരുന്ന രോഗികൾ പീഡിയാട്രിക് വിഭാഗം പോലും അടഞ്ഞു കിടക്കുന്നു.